വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആൻറ്റിക് ബോട്ടിൽ ആർട്ട് ചെയ്താലോ? അതിനായിട്ടൊരു കുപ്പി എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. എന്നിട്ടൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഫെവിക്കോളും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഈ ബോട്ടിലേക്ക് ഇത് തേച്ചതിന് ശേഷം കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഓരോ ലെയറായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് ഫെവിക്കോളിൻ്റെ ആ വെള്ളത്തിൻ്റെയും കൂടി മിശ്രിതം കൂടി അതിലേക്ക് തേച്ച് കൊണ്ടുപോകാൻ. അങ്ങനെ നമുക്ക് ടോട്ടലി 3 കോട്ട് വരെ ചെയ്യാം. ഇവിടെ ഞാൻ 2 തവണയേ ചെയ്തിട്ടുള്ളൂ. ഓരോ കോട്ട് ചെയ്തതിന് ശേഷം അത് ഉണങ്ങാൻ വേണ്ടി വയ്ക്കുക. എന്നിട്ട് ഞാൻ പഴയൊരു ഡ്രസ്സിൻ്റെ കുറച്ച് എംബ്രോയ്ഡറി വർക്ക് മാത്രം കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഞാൻ ഒരു ലെയറും കൂടി ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു തവണയും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ 2 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. ആ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചതിന് ശേഷം വീണ്ടും ഉണങ്ങാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. പിന്നെ നമുക്ക് പേൾ മെറ്റാലിക് കളർ വാങ്ങാൻ കിട്ടും. അതിൻ്റെ ഗോൾഡ് ഷെയ്ഡാണ് ഇപ്പം ഞാൻ അത് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു ടെക്സ്ചറും ഉണ്ട്, ഇത് കാണാനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും. അതിലേക്ക് ഞാൻ ഈ എംബ്രോയ്ഡറി ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് തമ്മിലൊരു മാച്ച് ആവാത്ത പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ആ ഗോൾഡ് ഷെയ്ഡ് തന്നെ ഒന്നും കൂടി അതിലേക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഈ ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു, കാരണം അപ്പോഴും ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ എന്നിട്ടും അതിലേക്ക് കുറച്ച് കോപ്പറും കൂടി ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് ആലോചിച്ചിട്ട് ഒരു പരീക്ഷണം നടത്താൻ വെച്ച് കുറച്ച് കോപ്പർ കളറും കൂടി ഇതിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോപ്പർ ഷെയ്ഡും കൂടി അടിച്ച് കഴിഞ്ഞപ്പോഴാണോ ഭംഗി, അതോ അതിന് മുന്നേ ആയിരുന്നോ ഗോൾഡ് മാത്രം മതിയായിരുന്നു എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി അത് മാത്രമായിരുന്നു കുറച്ച് ഭംഗിയെന്ന്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.